അയ്യോ, എന്റെ ഈശ്വര, എനിക്ക് ചിരി പിടിച്ചിരുന്നുള്ള കഴിവ് വരണേ. ഓ, ഇനി ഒരു മാസം ഈ വീട്ടിൽ സുഖവാസം. ഒന്നും അറിയണ്ട, എവിടേക്കും പോണ്ട. ഭക്ഷണം ഉണ്ടാക്കുക, അത് കഴിക്കുക, സുഖമായിട്ട് അങ്ങ് ഉറങ്ങുക. ഓ, അത് ആലോചിച്ചിട്ട് ഉറക്കം പോലും വരുന്നില്ല. എത്രയും പെട്ടെന്ന് നേരം വെളുത്തിരുന്നെങ്കിൽ. ഈശ്വര, ശ്യാമേ, ഗുഡ് നൈറ്റ്. മക്കളെ, നാളെ മുതൽ നിങ്ങളുടെ അച്ഛൻ തകർക്കും. തകർക്കുന്നത് നമുക്ക് കാണാം. ഈ ചിരി അപ്പോഴും ഉണ്ടാവണം. ശ്യാമേ. ഓ മോളെ, വരുന്നു. എത്ര പ്രാവശ്യമായി വിളിക്കുന്നു? എന്താ അമ്മേ? എന്റെ ഗുളിക കിട്ടിയില്ല. അത് കഴിച്ചിട്ട് വേണ്ടേ എനിക്ക് കിടക്കാൻ? ഗുളിക ഏട്ടൻ എടുത്തുതരും അമ്മേ. അമ്മയ്ക്കറിയാലോ, ഇന്നു മുതൽ ആ പണിയൊക്കെ ഏട്ടന്റെയാ. കോടതി പറഞ്ഞത് അമ്മ കേട്ടതല്ലേ. ഞാൻ എന്താ ചെയ്യാ? എനിക്ക് ആര് തന്നാലും മതി. ഓ, ദേ അമ്മയുടെ ഗുളിക എടുത്തു കൊടുത്തേ. തൽക്കാലം നീ കൊടുത്താൽ മതി. രാത്രി കഴിക്കേണ്ട ഗുളിക ഏതാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒന്നാമത്തെ കോടതി അലക്ഷ്യം. സ്വന്തമായി ചെയ്യേണ്ട ജോലി ഭാര്യയെ കൊണ്ട് നിർബന്ധിച്ച് ചെയ്യിക്കാനുള്ള ശ്രമം. സെക്ഷൻ നമ്പർ 21/07. 1 മാസം തടവും പിഴയും. എഴുതണോ? ഇയാൾ ഉറങ്ങിയില്ലേ? ഇന്നു മുതൽ എനിക്ക് ഉറക്കമില്ല. ഊണോ? അത് കൃത്യമായി വേണം. എന്താ ചോദിച്ചത്? അല്ല, സാധാരണ ആൾക്കാർ ഊണും ഉറക്കം ഒരുമിച്ചാണ് ഉപേക്ഷിക്കാറുള്ളത്. അതുകൊണ്ട് ചോദിച്ചു പോയതാ. ഓ, അത് ശരിയാണല്ലോ. എവിടെയമ്മേ ഗുളിക? അതാ അവിടെ. ഓ, ഇതിലിപ്പോ ഏതാ അമ്മേ ഈ രാത്രി കഴിക്കാനുള്ളത്? അതറിയെങ്കി ഞാൻ നിന്നെ കാത്തിരിക്കോ? ശ്യാമ കൃത്യമായിട്ട് എടുത്തു തരും, ഞാൻ കഴിക്കും. അതാ പതിവ്. തൽക്കാലം അമ്മ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എടുത്ത് കഴിച്ച് അഡ്ജസ്റ്റ് ചെയ്യും. നാളെ മുതൽ നമുക്ക് എല്ലാം ഒന്ന് ഓർഡർ ആക്കാം. ഇങ്ങോട്ട് തന്നെ. അമ്മയുടെ കാര്യമായതുകൊണ്ടാ. ഇതാ, ഇനി തെറ്റണ്ട. ഇത് രാവിലെ, ഇത് ഉച്ചയ്ക്ക്, ഇത് രാത്രി. ഒന്നും തോന്നരുത് കേട്ടോ അമ്മേ. ഇല്ല, മോള് പോയി ഉറങ്ങിക്കോ. സ്നേഹമുള്ള അത് നീ പറയാതെ തന്നെ എനിക്കറിയാം. ഓ, കഴിച്ചോളൂ. കഴിച്ചു. ഇത് കടലേ അല്ല ഇങ്ങനെ തിന്നാൻ. വെള്ളം വേണം. ഓ, വെള്ളം ഞാനിപ്പോ കൊണ്ടുവരാമേ. വെള്ളം പാവം തോന്നണുണ്ട്. അതിപ്പോ എനിക്കും ഉണ്ട്. ഏതായാലും ഒന്ന് പഠിക്കട്ടെ. അത് ശരിയാ. വീട്ടിലെ പെണ്ണുങ്ങളുടെ അവസ്ഥ അവനൊന്ന് അറിഞ്ഞു വെക്കുന്നത് നല്ലതാ. അത് കുടുംബത്തിന് ഗുണേ ചെയ്യുള്ളൂ. ഇവനാണെങ്കി അങ്ങനത്തെ ഒരു ചിന്തയില്ല. ഗുളിക തീരുമ്പോ ഒരു കെട്ട് ഇവിടെ വാങ്ങിക്കൊണ്ടെന്ന് ഇട്ടുപോയാ പോരാ. അതെപ്പോഴാ കുടിക്കേണ്ടത്, എത്രയാ കുടിക്കേണ്ടേ എന്നൊക്കെ പറഞ്ഞു തരണം. ഞങ്ങളൊക്കെ വയസ്സായവരാ, ഒന്നും ഓർമ്മയുണ്ടാവൂല. ഓ, ശരി ശരി, ഇപ്പൊ കുടിക്കൂ. ഞാൻ പച്ചവെള്ളം കുടിക്കാറില്ല. അതിപ്പോ നിനക്കൊരു പുതിയ അറിവായിരിക്കും. ശരി അമ്മേ, ചൂടുള്ള ഞാൻ ഇപ്പൊ കൊണ്ടുവരാം. ആ ഫ്ലാസ്കിലെ അച്ഛന് രാത്രി കുടിക്കാനുള്ള വെള്ളം കൂടി എടുത്തോ. നേരിയ ചൂട് മതി. ശരി. എന്തേ നിങ്ങളിങ്ങനെ നോക്കുന്നേ? നിങ്ങൾ അവന്റെ അടുത്ത് വലിയ സങ്കടം കാണിക്കൊന്നും വേണ്ട. അവനൊന്ന് പഠിക്കട്ടെ. അതിനു മാത്രം ഭാരം പേർന്നുണ്ട് ശ്യാമ ഈ വീട്ടില്. ഈശ്വര, ഇനിയിപ്പോ ചൂടുവെള്ളം വേണ്ടി വരും. എങ്ങോട്ടാ? ഏട്ടൻ പോയിട്ട് കാണാനില്ല, ഒന്ന് ചെന്ന് നോക്കട്ടെ. നിങ്ങൾ അപ്പുറത്ത് ജോലി ചെയ്തിരുന്ന കാലത്ത് ഭർത്താവ് വന്ന് നോക്കാറുണ്ടായിരുന്നോ? ഇല്ല. എന്നാ നിങ്ങളും പോവാൻ പാടില്ല. അയ്യോ, അവിടെ പ്രായമായ അച്ഛനും അമ്മയുണ്ട്. പ്രായമായത് നിങ്ങളുടെ തെറ്റാണോ? അവരുടെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ. അതുകൊണ്ട് പറയുന്നതനുസരിച്ചാ മതി. അല്ലെങ്കിൽ സെക്ഷൻ 14/71 പ്രകാരം. പോയോ?
അച്ഛാ അമ്മേ, ഇതുപോലുള്ള ഓരോ കാര്യങ്ങൾ എന്നെ പറഞ്ഞ് ഉപദേശിച്ചാൽ മതി, ഞാൻ ശരിയാവും. എന്തോ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ദാ ഇവിടെ ഇരിക്കട്ടെ. ശരി. ഓ ഈശ്വര, ഒരു ചൂടുവെള്ളം ഉണ്ടാക്കിയപ്പോഴേക്കും ഇതാണ് അവസ്ഥയെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ എന്താവും? വഴിയുണ്ട്. ശ്യാമയുമായി ചെറിയൊരു കോംപ്രമൈസിന് ശ്രമിച്ചു നോക്കാം. എന്താ ഇവിടെ പോയി കിടന്ന് ഉറങ്ങു വക്കീലേ? ഉറങ്ങാനല്ലല്ലോ ഞാൻ വന്നത്, നിങ്ങളെ നിരീക്ഷിക്കാനല്ലേ. അതെ, ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. ഞങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്ക് പല രഹസ്യങ്ങളും പറയാനുണ്ടാവും. ഈ ഒരു മാസം രഹസ്യങ്ങളൊന്നും പറയണ്ട, പരസ്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. ഓൺലി അഡ്വർടൈസ്മെന്റ്സ്. ഉദാഹരണത്തിന്, വിവാഹ വസ്ത്രങ്ങൾ യഥേഷ്ടം തിരഞ്ഞെടുക്കാൻ നെട്ടോട്ടാതി സിൽക്സ് ആൻഡ് സാരീസ്, ഓവർ ബ്രിഡ്ജിന് സമീപം. ഈശ്വര, ശ്യാമു, ശ്യാമു, എന്താ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? പരമ സുഖായിട്ടാ. എന്തൊക്കെയാ ഏട്ടന്റെ വിശേഷങ്ങള്? ഓ, എന്ത് വിശേഷം, അങ്ങനെ പോകുന്നു. 9:30 മണി ആയപ്പോഴത്തേക്കും ഉറങ്ങാൻ കിടന്ന കാലം മറന്നു. 11:30-12 മണി ആയിരുന്നല്ലോ എന്റെ സമയം. അതെ അതെ. അല്ല, ഇനിയിപ്പോ നിനക്ക് നേരത്തെ കിടന്നിട്ട് ഉറക്കം വരുന്നില്ലെങ്കിലേ നമുക്ക് പഴയ സിസ്റ്റം തന്നെ തുടർന്നാലോ മോളെ? നാളെ തന്നെ നമുക്ക് കേസ് പിൻവലിക്കാം. മിണ്ടാതെ ലൈറ്റ് ഓഫ് ആക്കി കിടക്കുന്നുണ്ടോ? ഉറങ്ങാൻ കിടക്കുമ്പോഴാ ചെണുചെണാന്ന് മോങ്ങാൻ വരുന്നത്. ഏട്ടാ, ഏട്ടാ ഉറങ്ങിയോ? ആ, ഉറങ്ങി. ഉറങ്ങിയില്ലെങ്കിൽ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഓ, മിണ്ടാ, ലൈറ്റ് ഓഫ് ചെയ്ത് കിടന്ന് ഉറങ്ങാൻ നോക്ക്. ഉറങ്ങാൻ കിടക്കുമ്പോഴാ ചെണി നിനങ്ങാന്ന് മോങ്ങാൻ വരുന്നത്. വള്ളി പുള്ളി വിടാതെ തിരിച്ചു കിട്ടി. വേണ്ടടി, നീ വരണ്ട. നിനക്കെതിരെ ഞാൻ ഹൈക്കോടതി കേസ് ഫയൽ ചെയ്യും. സെക്ഷൻ നമ്പർ 64/14 കോടതി അപഹേളിക്കൽ. സെക്ഷൻ നമ്പർ 31/67 ഭാര്യ ഭീഷണിപ്പെടുത്തൽ. സെക്ഷൻ നമ്പർ 62/77C സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒളിച്ചോടൽ. ഈ രാത്രി തന്നെ ഇത്രയും വകുപ്പുകൾ നിങ്ങൾക്കെതിരിൽ കിട്ടിയെങ്കിൽ ഒരു മാസം കൊണ്ട് ഞാൻ കോടീശ്വരനാകും. കോടീശ്വരൻ.